വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയെ തുടർന്നുള്ള നിയമനക്കോഴ വിവാദം അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ബാലകൃഷ്ണൻ. ഹൈക്കോടതിയെ സമീപിച്ചതിനു ശേഷമാണ് മകൾക്ക് ജോലി ലഭിച്ചത് എന്നാണ് വിശദീകരണം. സ്വീപ്പർ പോസ്റ്റിലേക്ക് IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്യുന്ന കത്താണ് പുറത്തുവന്നത്. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടികൾ വരുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമർശനമൊക്കെ വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനം അതൊക്കെ വലിയ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. മകളുടെ നിയമനം അതിൽ ആരുടെ ഇടപെടൽ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്മിത, പ്രവിത, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്നൊരു കത്താണ് വലിയ വിവാദമായത്. അത് IC ബാലകൃഷ്ണൻ 2021 നൽകിയ ഒരു ശുപാർശ കത്താണ്. അത് നെന്മേനിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകൾ അനിലക്ക് ജോലി സ്വീപ്പർ തസ്തികയിൽ അർബൻ ബാങ്കിൽ, അതായത് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ശുപാർശ കത്താണ് വലിയ വിവാദമായത്. ഇത് പണം നൽകിയാണ്, കോഴപ്പണം നൽകിയാണ് ഈ നിയമനം നടന്നിട്ടുള്ളത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ CPIM ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും നൽകിയിരുന്നു. IC ബാലകൃഷ്ണന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അത് നേടിയതെന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. എന്തായാലും ആ അനിലയുടെ പിതാവായിട്ടുള്ള ബാലകൃഷ്ണൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം തന്നെ നമ്മോട് നേരിട്ട് ഒപ്പം ചേരുകയാണ്. ശരിക്കും എന്താണ് ഇതിൽ യാഥാർത്ഥ്യം? ഇതിൻ്റെ ശരിക്കും പറഞ്ഞുള്ള യാഥാർത്ഥ്യം, നമ്മൾ 2015 പിയൂൺ പിന്നെ വാച്ച്മാൻ പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അതിൽ പത്രത്തിൽ ഇത് കണ്ടു. ആ പത്രത്തിൻ്റെ പത്രപരസ്യം കണ്ടിട്ട് മോള് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു പരീക്ഷ എഴുതി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റ് 9, ജനറൽ കാറ്റഗറിയിൽ 9ാം റാങ്ക് ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പട്ടികജാതി SC ST ഇതിൽ വരുമ്പോൾ 1ാം റാങ്കിലും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് 1ാം നമ്പർ കാര്യമായിട്ടുള്ള എൻ്റെ മോളെ നിയമിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നിയമിച്ചില്ല. ഈ റാങ്ക് ലിസ്റ്റെല്ലാം മറികടന്നുകൊണ്ടാണ് മറ്റുള്ളവരെ നിയമനം നടത്തിയിട്ടുള്ളത്. അതങ്ങനെ നടന്നു. പിന്നീട് ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു, വേണ്ടപ്പെട്ട ആളുകളായിട്ട്, ബാങ്കിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, അടുത്ത ഇത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 17 കഴിഞ്ഞ് 2018 വന്നു. 18-ലായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ JR ആയിട്ട് സഹകരണ വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. അതായത് വിവരാവകാശം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടക്കം എടുത്ത് അങ്ങനെ സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. നമുക്ക് സഹകരണ വകുപ്പിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായി. ആ അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു. അത് നമ്മൾ ബാങ്കിൽ ഇത് കൊടുത്തു. അതാണ് ഈ സഹകരണ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതാണത്. പിന്നീട് എപ്പോഴാണ് IC ബാലകൃഷ്ണനായിട്ട് ബന്ധപ്പെടുന്നത്? അത് ഈ കത്ത്, അതെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഈ കത്ത് കൊടുത്തിട്ട് നമ്മൾ കുറേ കാലം പിന്നെയും നോക്കി, ഇന്ന് തരും നാളെ തരും എന്നുള്ളത് നോക്കി. അതിന് കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ പിന്നെ എനിക്ക് സമീപിക്കേണ്ടത് DCC ആണ്. അതായത് ഒരു DCC തലത്തിലാണ് ഞാൻ ബന്ധപ്പെടേണ്ടത്. അന്നത്തെ DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണനെ ഞാൻ ബന്ധപ്പെട്ടു. ഈ കത്ത് ഞാൻ IC ബാലകൃഷ്ണന് കാണിച്ചു കൊടുത്തു. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ടതാണ്, അതുകൊണ്ട് അത് കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി തരാം. അതൊരു കാര്യം ചെയ്യാം, ഞാനൊരു കത്ത് തരാം, അത് സണ്ണി ഡോക്ടർ കൊടുക്കാം, ചിലപ്പോൾ അത് കാര്യങ്ങൾ സാധിക്കും. ഇത് എന്തായാലും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കത്താണ്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കത്ത് കൊണ്ടു കൊടുക്കുന്നത്. ആ കത്താണ് ഇപ്പോൾ വിവാദമായി. ആ കത്താണ് ഇപ്പോൾ വിവാദമായിട്ട് പുറത്തു വന്നത്. നിങ്ങൾ പിന്നീട് കോടതി സമീപിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കത്തെല്ലാം കൊടുത്തു, IC ബാലകൃഷ്ണന്റെ കത്ത് കൊടുത്തു, എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് 1 വർഷം പിന്നെയായിട്ടും നമ്മളെ നിയമിച്ചില്ല. അപ്പോൾ നമ്മൾ പിന്നെയും ബാങ്ക് പറഞ്ഞത് എന്താ, അന്ന് ജനറൽ മാനേജർ നമുക്കൊരു കത്ത് വന്നു. കാരണം ഇനി പോസ്റ്റ് ഒഴിവ് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് തരുമെന്നും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇത് അനുവദിച്ച് തരുമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് വന്നു. ആ കത്തിൻ്റെ ഇതും വെച്ചിട്ട് നമ്മൾ എന്ത് പണി ചെയ്തു, കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. അതെ, അങ്ങനെ പിന്നെ ഹൈക്കോടതിൻ്റെ ഉത്തരവ് നമുക്ക് അനുകൂലമായിട്ട് വന്നു. അല്ല, അതുമല്ല, അങ്ങനെ ആ ഇതിൽ വന്നപ്പോഴും നമുക്ക് ആ ജോലി തന്നില്ല. ഇവിടെ ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലി നമുക്ക് തരാതെ പിന്നീട് വരുന്ന 2021 നമുക്ക് ഇതിൻ്റെ PDS ഇത് വന്നു. അതാണ് ഈ പത്രത്തിൽ, അതായത് 4/6/2022 പത്രത്തിൽ ഒരു ഇത് വന്നു. ഇങ്ങനെ 2 ഒഴിവുണ്ട്, ഒരു SC STക്കും ഒരു ജനറൽ കാറ്റഗറിയിലും ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അങ്ങനെ ആ പരീക്ഷയും എൻ്റെ മോൾ എഴുതി. ആ പരീക്ഷയിൽ എൻ്റെ മോൾ 1ാം റാങ്കിൽ വന്നു.
അങ്ങനെ 1ാം റാങ്കിൽ വന്നു. അന്ന് നിയമനത്തിൽ അതിനുള്ള യോഗ്യതാ പട്ടികയിൽ 1ാം സ്ഥാനത്ത് 1ാം റാങ്കാണ് മകൾക്ക് കിട്ടിയത്. എങ്കിലും ഒരുപാട് ഓട്ടം ഓടേണ്ടി വന്നു. IC ബാലകൃഷ്ണന്റെ കത്തൊക്കെ കിട്ടിയത് അതിന് ശേഷമാണ്. എന്നിട്ടും ജോലി കിട്ടിയില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. അതിനുശേഷമാണ് മകൾക്ക് ജോലി ലഭിച്ചതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. നിയമന കോഴ വിവാദം അടിസ്ഥാനരഹിതമാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകൻ ബാലകൃഷ്ണൻ 24നോട് പ്രതികരിച്ചത്.